കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ നടന്ന കമ്പൈൻഡ് മാരിടൈം ഫോഴ്സ് പരിശീലന പരിപാടിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ നാവികസേനാ അംഗങ്ങളുടെ മുന്നിൽ ഇന്ത്യൻ നാവികസേനയുടെ ആയുധങ്ങൾ പ്രദർശിപ്പിച്ചു. വിവിധ സമുദ്ര ദൗത്യങ്ങളിൽ ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന ആധുനിക ആയുധങ്ങളാണ് കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 പരിശീലനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതും അല്ലാത്തതുമായ തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ നാവികസേന അംഗങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. പെറ്റി ഓഫീസർ ഗൺ ഇൻസ്ട്രക്ടർ ഗണേഷ് എഡി, ചീഫ് പെറ്റി ഓഫീസർ GI അരുൺകുമാർ എന്നിവർ സേനാ അംഗങ്ങൾക്കായി ആയുധങ്ങളുടെ സവിശേഷതകൾ വിവരിച്ചു നൽകി. Then it will acquire elevations and 300 meters for ground range. You can take a air sword with this sight also. Bayonet, multi-purpose bayonet. ആകാശത്തു കൂടി എത്തുന്ന ഏത് ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ സജ്ജമാക്കിയ അത്യാധുനിക AK-103 വിത്ത് സ്മാഷ് 2000 ഉൾപ്പെടെയുള്ള തോക്കുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയ നാവികർ നേരിട്ട് ഉപയോഗിച്ച് മനസ്സിലാക്കി. AK-103 റൈഫിളിന് മുകളിലായി ഇസ്രായേൽ നിർമ്മിത സ്മാഷ് 2000 ഘടിപ്പിക്കുന്നതോടെ ഇത് അതിശക്തമായ ഒരു ആയുധമായി മാറും. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഷൂട്ടിംഗ് റേഞ്ചുകളിൽ ഒന്നാണ് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ ഉള്ളതെന്ന് ഹെഡ് ഓഫ് ഫാക്കൽറ്റി ഓഫ് ഗൺ Commander Angit Bharadwaj പറഞ്ഞു. Our composite indoor shooting range, it is one of its kind facility and India's first 75-meter long shooting range. The participants have been told about various features of the range, the safety features that we've included, and with the increasing impetus on drone and counter drone training, how does Dronacharya train our personnel, our officers and sailors in countering these threats? കടലിലെ ആക്രമണങ്ങൾ ചെറുക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതിനായി അതിവിപുലമായ ഓപ്പൺ എയർ ഷൂട്ടിംഗ് റേഞ്ചും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക ആയുധങ്ങൾ ഓരോ ഘട്ടത്തിലും ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുക എന്നതാണ് കമ്പൈൻഡ് മാരിടൈം ഫോഴ്സിന്റെ സതേൺ റെഡിനെസ് പരിശീലന പരിപാടിയുടെ ഭാഗമായ ഇന്ന് നടന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ സലീമിനൊപ്പം സുനിത് സുകുമാരൻ.